അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഉസ്താദെ കടങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കടങ്ങളൊക്കെ പെട്ടെന്ന് വീട്ടി തരുന്ന ഒരു അമല് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം, പലരും കടമുള്ളവരാണ്, അതുപോലെ തന്നെ ആവശ്യങ്ങൾ പലതുമുണ്ട്, അത് നേടിയെടുക്കാൻ നെട്ടോട്ടമോടുന്നവരാണെന്നാൽ മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ഈ ഇസ്മിനെ 360 പ്രാവശ്യം, എത്ര 360 പ്രാവശ്യം ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കടങ്ങൾ അല്ലാഹു വീട്ടി തരുന്നതാണ്. സമ്പത്തിന്റെ വഴികൾ അല്ലാഹു വിശാലമാക്കി തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ സൗഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തുന്നതാണ്. അങ്ങനെയുള്ളൊരു ദിക്റിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. റഹ്മാനായ അല്ലാഹ്, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടി തരണേ അല്ലാഹ്. പക്ഷെ ഇത് നമ്മൾ ചൊല്ലുമ്പോൾ ആരോട് നമ്മൾ ഇത് ചൊല്ലുന്നുണ്ടെന്ന് പറയാൻ പാടില്ല. അതുപോലെ ഇത് രഹസ്യമായിരിക്കണം. അങ്ങനെയുള്ളൊരു ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ നിലകൊള്ളുന്നത് ശഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വർഷത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രാവാണ് ശഅബാൻ 15 അഥവാ ബറാഅത്ത് രാവ്. അപ്പൊ അങ്ങനെയുള്ള രാവുകളൊക്കെ ഈ മഹത്തായ ഇസ്മുകളൊക്കെ നമ്മൾ ചൊല്ലി ദുആ ചെയ്താൽ അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. എന്തുകൊണ്ടും പവിത്രമാക്കപ്പെട്ട ബറാഅത്ത് രാവാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അതിന്റെ മഹത്വവും പ്രാധാന്യവും എത്രത്തോളം വലുതാണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന ഒരു മഹത്തായ രാവാണ് ബറാഅത്തിന്റെ രാവ്. ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു യാത്ര പോകുമ്പോൾ ഒരു വെളുത്ത പ്രകാശമുള്ള ഒരു പാറ ഉയരത്തിൽ നിൽക്കുന്നതായി കണ്ടു. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ ഇങ്ങനെ യാത്ര പോവുകയാണ്. അപ്പോൾ ഒരു വെളുത്ത പാറ ഉയരത്തിൽ നിൽക്കുന്നതായി മഹാനവറുകൾ കണ്ടു. എന്തെന്നറിയാൻ വേണ്ടി, എന്താണെന്നറിയാൻ വേണ്ടി മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ ആ പാറയുടെ അടുത്തേക്ക് പോകുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പാറയിൽ ഒരു അടി കൊടുത്തു. അത് പൊട്ടിച്ചു നോക്കി. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, മഹാനവറുകൾ വിശദീകരിക്കുന്ന ഒരു ചരിത്രമാണ്. അപ്പോൾ ആ വെളുത്ത പാറയ്ക്കകത്ത് ഒരു മനുഷ്യൻ നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനോട് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു വെളുത്ത പാറയ്ക്കകത്ത് നിങ്ങൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത്? അല്ലാഹു ചെയ്ത അനുഗ്രഹമാണ്. അദ്ദേഹം പറയുകയാണ്, അല്ലാഹു ചെയ്ത അനുഗ്രഹമാണ്. 400 വർഷമായി ഇങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഇബാദത്ത് ചെയ്യുന്നത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് വേണ്ടതെല്ലാം, എല്ലാ ഭക്ഷണങ്ങളും അല്ലാഹു എത്തിച്ചു തരുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാം ആശ്ചര്യത്തോട് ചോദിച്ചു, ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന മനുഷ്യൻ വേറെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു വഹീ ഇറക്കി, അല്ലയോ ഈസാ നബിയെ, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, ആ ഉമ്മത്തിനൊരു രാവുണ്ട്, അതാണ് ബറാഅത്ത് രാവ്. ആ രാവിൽ ചെയ്യുന്ന ആരാധനയ്ക്ക് ഈ മനുഷ്യൻ 400 വർഷം ആരാധനയേക്കാൾ പുണ്യമുള്ളതാണ്, പ്രതിഫലമുള്ള ഒരു രാവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു മഹത്തായ രാവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മഹത്തായ ബറാഅത്ത് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് നൽകപ്പെടുന്നതാണ്. ശഅബാൻ മാസവും റമളാൻ മാസവും നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണം. ഈ മാസങ്ങളിൽ മാത്രമല്ല, എല്ലാ മാസവും, പ്രത്യേകിച്ച് ഈ പറയുന്ന മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രത്യേകമായ കരുണ ചെയ്യപ്പെടുന്ന മാസങ്ങളാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും നമുക്ക് തരുന്നവരും ആ വിഷമങ്ങൾ എടുത്ത് മാറ്റുന്നവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. ഏത് വിഷയം നമുക്ക് തരുന്നതും അല്ലാഹുവാണ്. ആ പ്രശ്നം എടുത്ത് മാറ്റുന്നതും അല്ലാഹുവാണ്. പടച്ചവനെ, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്.
എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പ്രപഞ്ചത്തിൽ നിനക്ക് ഏറ്റവും നല്ല കൂട്ടുകാരൻ അത് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവാണ്. ബാക്കി എല്ലാവരും നമ്മൾ അകന്നു പോകുന്നതാണ്. അതുകൊണ്ട് ആ റബ്ബിനെ നമ്മൾ, അവനിലുള്ള വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കണം. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. അപ്പോൾ നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. മറ്റാരെ കൊണ്ടും അത് മാറ്റാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ കുറച്ചു നേരത്തേക്ക് നമ്മുടെ കൂട്ടുകാർ നമ്മോട് കാണും. അത് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ തേടിപ്പോകും. അല്ലെങ്കിൽ അവര് ചെയ്തതിന് ഒരു കണക്ക് കാണണം. നമുക്ക് ചെയ്യുന്ന സഹായങ്ങൾ, നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിരുന്നവരാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണപ്പെടുകയാണ് എങ്കിൽ അതൊരിക്കലും നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. അങ്ങനെ അത്രത്തോളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റിയ ഒരാള് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുക. അപ്പോൾ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ പാപങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്തായിരിക്കണം? മുക്തരായിരിക്കണം. പാപങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. അല്ലാഹുവിന്റെ റസൂല് നമുക്ക് കാണിച്ചു തന്ന മാർഗങ്ങൾ, വഴികൾ നമ്മൾ തേടിയെത്തണം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം, പലരും കടമുള്ളവരാണ്, അതുപോലെ തന്നെ ആവശ്യങ്ങൾ പലതുമുണ്ട്, അത് നേടിയെടുക്കാൻ നെട്ടോട്ടമോടുന്നവരാണ്. എന്നാൽ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നതുപോലെ നമ്മൾ ഈ ഇസ്മിനെ 360 പ്രാവശ്യം, എത്ര പ്രാവശ്യമാണ്? 360 പ്രാവശ്യം ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരുന്നതാണ്. സമ്പത്തിന്റെ വഴികൾ അല്ലാഹു വിശാലമാക്കുന്നതാണ്. അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. അങ്ങനെയുള്ള ഒരു ദിക്റിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ചൊല്ലുന്നത് ആരോടും പറയരുത്, രഹസ്യമായിരിക്കണം. രഹസ്യമായിട്ടാണ് ഇത് ചൊല്ലേണ്ടത്. ഇത് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എഴുതി വെച്ച ഒരു ഇസ്മിനെ കുറിച്ചാണ്. കാലാകാലം അമ്പിയാക്കൾ ചൊല്ലിയിരുന്ന വളരെ രഹസ്യമായ, വളരെ രഹസ്യങ്ങളടങ്ങിയ ഒരു ഇസ്മ. ഇതിൽ 40ഓളം ഇസ്മുകളുണ്ട്. അതിൽ 11ാമത്തെ ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ചൊല്ലുമ്പോൾ ഒരു ഷർത്തുണ്ട്, പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ചൊല്ലുന്നുണ്ട് എന്ന് ആരോടും നമ്മൾ പറയരുത്, രഹസ്യമായിരിക്കണം. ഇത് ചൊല്ലിയപ്പോൾ എനിക്കുണ്ടായ സാമ്പത്തിക നേട്ടം, അതുപോലെ തന്നെ സൗഭാഗ്യങ്ങൾ ഒന്നും നമ്മൾ ആരോടും പറഞ്ഞു നടക്കരുത്. കടമുള്ളവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കുന്നതാണ്. ഈ ഇസ്മിനെ ചൊല്ലിയാൽ വീടാനുള്ള മാർഗ്ഗം അല്ലാഹു, നിങ്ങളുടെ കടങ്ങൾ വീടാനുള്ള മാർഗ്ഗം അല്ലാഹു തുറന്നു തരുന്നതാണ്. കടമുള്ളവർ കടം വീടുന്നതിനായി ദിവസവും 360 വട്ടം, എത്ര പ്രാവശ്യമാണ്? 360 വട്ടം ഇത് ചൊല്ലണം. 1000 വട്ടം വേണമെങ്കിലും ചൊല്ലാം. നിങ്ങൾക്ക് എത്രയാണ് കഴിയുന്നത് അത്രത്തോളം നിങ്ങൾ ചൊല്ലുക. എന്തായാലും 360 വട്ടം എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലണം. ആ ഇസ്മ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആ മഹത്തായ ഇസ്മ യാ കബീർ അന്തല്ലദീ ലാ തഹ്തദിൽ ഉഖൂലു ലിവസ്ഫി അദമതിഹി. യാ കബീർ, യാ കബീർ അന്തല്ലദീ ലാ തഹ്തദിൽ ഉഖൂലു لوصف عظمته يا كبير، يا كبير أنت الذي لا تهتدي العقول لوصف عظمته يا كبير എന്ന മഹത്തായ ഇസ്മ. അപ്പൊ ഈ മഹത്തായ ഇസ്മിന്റെ അർത്ഥം, ഇതിന്റെ അർത്ഥം, നീ വലിയവനാണ് അല്ലാഹുവേ, നിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല. അത്രത്തോളം വലിപ്പവും വണ്ണവും നിനക്കുണ്ട് റബ്ബേ, അത്രത്തോളം വലിപ്പവും വണ്ണവും നിനക്കുണ്ട് അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇത് ചൊല്ലുന്നത്, ഇതിന്റെ അർത്ഥം അത്രത്തോളം മഹത്വമുള്ളതാണ്. ഇത് ചൊല്ലുന്നത് എത്ര ദിവസം എന്നില്ല, മുകളിൽ പറഞ്ഞ കണക്കനുസരിച്ച് നിങ്ങളുടെ കടങ്ങൾ വീടുന്നത് വരെ, സാമ്പത്തിക വഴികൾ തുറന്നു കിട്ടുന്നത് വരെ നിങ്ങൾ ചൊല്ലുക. അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. പിന്നെ വേറൊരു കണക്ക്, അറബി മാസം പിറന്നു കഴിഞ്ഞാൽ 1 മുതൽ 15 വരെ ദിനപ്രതി 21,000 വട്ടം ചൊല്ലുക. 21,000 വട്ടം. മഗ്രിബ് കഴിഞ്ഞതിന് ശേഷം 10,500 പ്രാവശ്യം ചൊല്ലുക. 10,500 പ്രാവശ്യം. സുബഹിക്ക് ശേഷം 10:30, സുബഹിക്ക് ശേഷം മഹത്തുക്കൾ നമുക്ക് പറഞ്ഞിരുന്നു 10,500 ചൊല്ലുക. അങ്ങനെ ദിനപ്രതി 21,000 പ്രാവശ്യം നമ്മൾ ചൊല്ലണം അല്ലെ? എങ്ങനെയൊക്കെയാണ് ചൊല്ലേണ്ടിയുള്ളത്? മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു ദിനപ്രതി 21,000 വട്ടം നമ്മൾ ചൊല്ലണം. അത് തന്നെ മഗ്രിബ് കഴിഞ്ഞതിന് ശേഷം 10,500
സുബഹിക്ക് ശേഷം 10,500. അങ്ങനെ ദിനപ്രതി 21,000 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ അവന്റെ സമ്പത്ത് വർദ്ധിക്കുകയും കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ്. മറ്റൊരു കണക്ക് 7,000 വട്ടം വെച്ച് നമ്മൾ ചൊല്ലുക. 7 ദിവസം ചൊല്ലിയാൽ മതി. എങ്കിൽ അവന്റെ എത്ര വലിയ ആവശ്യവും അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. അർഹമുർ റഹീമിനായ അല്ലാഹ്, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹു ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. 2 ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി മാറ്റണേ റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ, മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന മഹത്തായ ഇസ്മുകളെ കുറിച്ചാണ് റബ്ബേ ഞങ്ങൾ ചർച്ച ചെയ്തത്. ഞങ്ങൾ ചെല്ലുന്ന സലാത്തുകളും ഞങ്ങൾ ചെല്ലുന്ന ദിക്റുകളും ഞങ്ങൾ ചെല്ലുന്ന അസ്മാഉകളെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. റബ്ബേ, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പലരും രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശുഭയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ ഭവനങ്ങൾ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, സർവ്വവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അതിൽ കാലാകാലം താമസിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് കുടുംബത്തിനും എല്ലാം സന്തോഷത്തോടെ താമസിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. സകലവിധ മുസീബത്ത് ഇടകേറുകളിലെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ വാഹനങ്ങൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ എല്ലാം നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, എത്രയോ മക്കൾ വിവാഹപ്രായമായി നിൽക്കുന്ന സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, എത്രയോ പേര് ഹോസ്പിറ്റലിലാണ്. അവരുടെ രോഗം ശിവയായി വീട്ടിൽ വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവരുടെ റബ്ബേ ജോലി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ദാരിദ്ര്യം കൊണ്ട് വലയുന്ന എത്രയോ പേരുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പലരും കടക്കാരാണ് റബ്ബേ. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. മക്കളില്ലാത്തവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റബ്ബേ. നീ സാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെയൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധ റമളാനിൽ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ رمضان وفقنا للصيام والقيام وتلاوة القرآن وسائر الأعمال الصالحات يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.